നിൽക്കുമ്പോൾ ഇനി കലോത്സവത്തിൽ ആറാടാം. എന്താ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പൂർണ്ണമായി വേദികൾ ഉണർന്നു നിൽക്കുന്ന അവസാനത്തെ ദിവസമാണ് ഇന്ന്. മാത്രമല്ല ഇന്ന് ശനിയാഴ്ച കൂടിയാണ്, അവധി ദിവസം കൂടിയാണ്. അതുകൊണ്ട് ഇന്ന് നിശ്ചയമായും ആളുകളുടെ ഒഴുക്ക് തന്നെയായിരിക്കും ഓരോ കലോത്സവ വേദികളിലേക്ക്. അപ്പൊ ഇത് പറയുന്ന കേട്ടാ തോന്നുന്നു ഇന്നലെ വരെ ഇല്ലായിരുന്നു. അങ്ങനെയല്ല, ഇന്നിപ്പോ ഇതുവരെ കാണാൻ കഴിയാത്ത ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ, പലരും ശനിയാഴ്ചയിലേക്ക് അവധി ദിവസത്തേക്ക് മാറ്റിവെച്ച ആളുകളൊക്കെ വരും. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഇവിടെ ഒരു മിനി പൂരം തന്നെ അരങ്ങേറാനാണ് പോകുന്നതെന്ന് മനസ്സിലാവുന്നു. മാത്രമല്ല എല്ലാ വേദികളിലും എന്തെന്ന് മത്സരങ്ങൾ നടക്കുന്നു എന്ന് അറിയേണ്ടതുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ കപ്പിൽ നോട്ടമിട്ട് ചിലരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. കടുത്ത പോരാട്ടം, വാശിയേറിയ പോരാട്ടം നടക്കുന്നു. കണ്ണൂര് ഒട്ടും വിട്ടുകൊടുക്കാതെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ നമുക്ക് വിശദമായി തന്നെ അറിയാം. ഞങ്ങളുടെ റിപ്പോർട്ടർമാർ അതായത് പ്രധാന വേദിയിലുണ്ട്. ബാനുവും സനിസയും ഉണ്ട്. അപ്പൊ രണ്ടുപേരിലേക്കുമാണ് നമ്മൾ പോകുന്നത്. ബാനു, സനിസ, ഗുഡ് മോർണിംഗ്. സൂര്യകാന്തി ഇപ്പോൾ ഒരു ചെറിയ ശാന്തത, നമ്മൾ എന്നും പറയുന്നത് പോലെ കൊടുങ്കാറ്റിന് മുന്നേ ഉള്ള ഒരു ശാന്തത ഇപ്പോൾ സൂര്യകാന്തിക്ക് മുന്നിൽ കാണാം. അങ്ങനെ ആയിരിക്കില്ല ഇനി അങ്ങോട്ടുള്ള ഓരോ നിമിഷങ്ങളിലും. അപ്പോൾ ഇന്ന് പ്രധാന വേദിയിൽ ഏതൊക്കെ ഐറ്റങ്ങളാണ് എത്തുക? ഇന്നിപ്പോൾ ശനിയാഴ്ച ആകുമ്പോൾ എത്ര വലിയ ജനക്കൂട്ടത്തെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്? കപ്പിന് വേണ്ടിയുള്ള പോരാട്ടം എങ്ങനെ തുടരും? കപ്പിന് വേണ്ടിയുള്ള പോരാട്ടം സൈഫുദ്ദീൻ, കടുത്ത പോരാട്ടം എന്ന് പറഞ്ഞാൽ പോരാ, കടുകടുത്ത പോരാട്ടം എന്ന് വേണം പറയാൻ. കണ്ണൂരും കോഴിക്കോടും ഒപ്പത്തിനൊപ്പം അവരുടെ ഈ പോരാട്ടം തുടരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. 739 പോയിന്റുമായിട്ട് കണ്ണൂർ അവരുടെ ആധിപത്യം ഉറപ്പിക്കുമ്പോൾ തൊട്ട് പിന്നാലെ തന്നെ 728 പോയിന്റുമായി കോഴിക്കോടും നിലയുറപ്പിക്കുന്നുണ്ട്. തൃശ്ശൂരും പാലക്കാടും അവരുടെ സ്ഥിരം ഒപ്പത്തിനൊപ്പം എന്ന ആ ഒരു ചരിത്രം തുടരുകയാണ്. അവരും 726 പോയിന്റുമായി ഒപ്പത്തിനൊപ്പം മൂന്നാം സ്ഥാനത്ത് നിലയുറപ്പിക്കുന്നുണ്ട്. ഈ ജില്ലകളാണ് ഇപ്പോൾ കടുത്ത മത്സരം നൽകുന്നത്. അങ്ങനെ ഈ മത്സരം ഇവിടെ ശക്തന്റെ മണ്ണിൽ ഇപ്പോൾ നമുക്കൊരു തണുത്ത കാറ്റും ഒരു ഒഴിഞ്ഞ അന്തരീക്ഷമൊക്കെ ഉണ്ട്. പക്ഷെ കുറച്ചു കഴിഞ്ഞാൽ ഇതൊന്നും ആയിരിക്കില്ല സ്ഥിതി. വെയില് അത് കടുക്കും, അതിന്റെ ചൂട് കടുക്കും, മത്സരത്തിന്റെ ചൂട് കടുക്കും. 9:30 വേദികളൊക്കെ ഉണരും. അപ്പോ വേദികളിലൊക്കെ വേദികളിലൊക്കെ വിശദമായിട്ട് ഇന്ന് നാടകമൊക്കെ ഉണ്ട്, കളർഫുൾ ആയിട്ട് സംഘനൃത്തമൊക്കെ ഉണ്ട്. ഏതൊക്കെ വേദികളിൽ എന്തൊക്കെ ആയിരിക്കും? ബാനു എവിടത്തേക്കാ? നമ്മൾക്ക് ഇന്ന് എന്തെങ്കിലുമൊക്കെ ഇവിടെ നടക്കുന്നുള്ളൊരു മൂഡിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. നമ്മൾ ഇന്നലെ വരെ നമ്മൾ എന്താ കണ്ടത്? നമ്മൾ പോകുന്നു, കാണുന്നു, കൈയടിക്കുന്നു. ഇപ്പൊ ഇന്നലെ വന്നത് കണ്ണൂരും കോഴിക്കോടും ഇഞ്ചോടിഞ്ച് നിൽക്കുമ്പോൾ കറക്റ്റ് ഒരു പോരാട്ട മൂഡിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. നമ്മൾ തിരുവമ്പാടി പാറമേക്കാവ് ഒക്കെ നിൽക്കുന്ന പോലെ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. അത് തൃശ്ശൂരിൽ നിന്ന് ആരെടുക്കും ആ സ്വർണ്ണക്കപ്പ്? ആ ഒരു നിലയിലേക്കാണ് കാര്യങ്ങൾ ഇപ്പൊ എത്തി നിൽക്കുന്നത്. നമ്മൾ ഇന്നത്തെ പരിപാടി നോക്കുകയാണെങ്കിൽ 25 വേദികളിലായി നമുക്ക് 60 ഇനങ്ങളാണ് ഇന്ന് നടക്കാനിരിക്കുന്നത്. ഈ ഒരു ഇനങ്ങളിൽ നടക്കുന്ന പോയിന്റ് നില, ഈ ഇനങ്ങളിൽ കിട്ടുന്ന പോയിന്റ് ആയിരിക്കും ആ സ്വർണ്ണക്കപ്പ് തൂക്കാൻ പോകുന്നത് ആരാണ് എന്ന് തീരുമാനിക്കുന്നത്. അപ്പൊ സ്വർണ്ണക്കപ്പ് കണ്ണൂരിലേക്കാണോ അതോ കോഴിക്കോടാണോ അതോ ഇനി പെട്ടെന്ന് എന്തെങ്കിലും ഒരു അവസ്ഥയിൽ എന്തെങ്കിലും ഒരു മറിമായ സംഭവിച്ച് തൃശ്ശൂരിങ് എടുക്കുമോ സ്വർണ്ണക്കപ്പ് എന്നൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. നമുക്കിന്ന് പ്രധാനപ്പെട്ട വേദി നമ്മുടെ സൂര്യകാന്തിയിൽ ഇന്ന് രാവിലെ നടക്കുന്നത് ഭരതനാട്യമാണ്. ഉച്ചയ്ക്കാണ് ഒരു കളർഫുൾ ഐറ്റം വരാനുള്ളത്, സംഘനൃത്തം. നമ്മൾ പല വെറൈറ്റികളാണ് കഴിഞ്ഞ ദിവസത്തെ സംഘനൃത്തത്തിൽ കണ്ടത്. നമ്മൾ ബാലാമണിനെയൊക്കെ കൊണ്ട് ഒരു കൂട്ടം ബാലാമണിമാർ നന്ദനത്തിലേക്ക് പരിപാടി അവതരിപ്പിച്ചത്. പിന്നെ രണ്ടാമത് നമുക്ക് ഇരുള നൃത്തം, പളിയ നൃത്തം, നാടോടി നൃത്തം തുടങ്ങി നൃത്ത കലാരൂപങ്ങൾ വരാനുണ്ട്. ഈ ഇരുള നൃത്തവും പളിയ നൃത്തവും ഒക്കെ കാണാൻ നമ്മൾ വിചാരിക്കും ആളുകൾ ഭയങ്കര കുറവായിരിക്കും. പക്ഷെ നമ്മളെ പോലുള്ള പിഞ്ചു കുഞ്ഞുങ്ങളാണ് ആ കളർഫുൾ ഐറ്റം മാത്രം കാണാനല്ല, അതിന്റെ വെറൈറ്റി സ്റ്റെപ്പുകൾ കാണാൻ, ആ ഒരു പരിപാടി കാണാൻ വേണ്ടി കൂടുതലും കുട്ടികളുടെ സാന്നിധ്യമാണ് നമ്മൾ വേദികളിലേക്ക് കാണാനിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒഴിഞ്ഞ പൂരപ്പറമ്പ് പോലെ കിടക്കുന്നെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് ഫുള്ള് ഹൗസ്ഫുൾ ആയിരിക്കും. നാടകവും അതുപോലെ തന്നെ വയലിനും ഉണ്ട് അല്ലേ? നാടകം നടക്കാനുണ്ട്. നമ്മുടെ നാടകം നടക്കുന്നത് വേദി 11-ലാണ്. നാടകം കാണേണ്ടവർ വേദി 11-ലേക്കാണ് പോകേണ്ടത്. അതുപോലെ വഞ്ചിപ്പാട്ടുണ്ട്. അതെ, ഈ നാടകവും വയലിനും സംഘനൃത്തവും ഭരതനാട്യവും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ഇനങ്ങൾ ഇപ്പോൾ 249 ഇനങ്ങളിൽ ഇപ്പോൾ 181 ഇനങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ ഇനി 68 ഇനങ്ങളാണ് ബാക്കിയുള്ളത്. അതിൽ 60 ഇനങ്ങൾ ഇന്നാണ്, 8 ഇനങ്ങളായിരിക്കും നാളെയായിട്ട് വരിക. ഇന്നാണ് ശരിക്കും പറഞ്ഞ കടുത്ത മത്സരം. ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കോഴിക്കോടും കണ്ണൂരും ഇങ്ങനെ മത്സരം നിലയിൽ നിൽക്കുമ്പോൾ പോലും
ഇന്ന് കണ്ണൂരിനും കോഴിക്കോടിനും ഒരേപോലെ, അതുപോലെ തന്നെ പാലക്കാടിനും തൃശ്ശൂരിനും ഒക്കെ മത്സരത്തിലുള്ള എല്ലാ ജില്ലകൾക്കും സാധ്യതയുള്ള ഐറ്റങ്ങളാണല്ലേ ഉള്ളത്. സംഘനൃത്തം ആയിക്കോട്ടെ, ഈ നാടകം കോഴിക്കോടിന്റെ കുത്തകയാണെങ്കിൽ പോലും കണ്ണൂരിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നും പറയാൻ കഴിയാത്ത ഒരു അവസ്ഥ അല്ലേ. നൃത്തം, നാടോടി നൃത്തം പോലുള്ള നൃത്ത ഐറ്റംസിലാണ് കണ്ണൂർ പിടിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് നടക്കുന്ന നാടകത്തിൽ കോഴിക്കോട് എങ്ങനെയായിരിക്കും അത് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് ഭയങ്കര നമ്മൾ നോക്കിക്കാണുന്ന ഒരു കാര്യമാണ്. അതെ, കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം പലതവണ കപ്പ് നിലനിർത്തി പോകുന്ന ആൾക്കാരാണ്. അവരൊന്ന് ഫോമോട്ടായിട്ടൊക്കെ നിൽക്കാന്നൊക്കെ പറയാം അല്ലേ. ഫോമോട്ടായെന്നൊന്നും പറയാൻ പറ്റില്ല. അവസാന നിമിഷം എന്ത് വേണമെങ്കിലും സംഭവിക്കാം. കാര്യം കോഴിക്കോടാണ്. അതെ, കപ്പ് ആരുയർത്തുമെന്നത് തന്നെയാണ്. ഇന്ന് കടുത്ത മത്സരം നടക്കും ഈ തേക്കിൻകാട് മൈതാനിയിൽ. ഒരു മിനി പൂരമല്ല, ഒരു ഒന്നൊന്നര പൂരം തന്നെ എന്ന് നിശ്ചയമായി നിങ്ങൾ രണ്ടുപേരും പറഞ്ഞതുപോലെ 249 ഐറ്റങ്ങൾ, ഇനി ബാക്കിയുള്ളത് 68 എണ്ണം. അതിൽ 60 എണ്ണം ഇന്ന് വേദിയിലെത്താൻ പോകുന്നു. ആ 60 ഐറ്റങ്ങൾ തീരുമാനിക്കും കപ്പ് എന്നുള്ളത്. ആ തീരുമാനത്തിനാണ് നമ്മളൊക്കെ കാത്തിരിക്കുന്നത്. എന്തായാലും ഇന്ന് മത്സരങ്ങളുടെ ചൂടൊട്ടും കുറയുന്നില്ല. അവസാന നിമിഷത്തൊരു ലാഘവ ബുദ്ധിയൊന്നും ഇന്ന് കാണാൻ കഴിയില്ല. വളരെ കടുത്ത പോരാട്ടം, ഫോട്ടോ ഫിനിഷിംഗിലെ കാര്യങ്ങൾ പോകുന്നു. അതാണ് അതിന്റെ ഒരു മനോഹാരിതയും അല്ലെ. ശരി, അപ്പൊ